എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ശമ്പള വർധനവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. DA വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള മുൻകാല പ്രാബല്യത്തിലൂടെ ഉള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ശമ്പളത്തിൽ നേരിയ വർധനവ് വരുവാൻ പോവുകയാണ്. അടുത്ത മാസം ആദ്യം തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കുമെന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരുവാൻ പോകുന്നത്. 7ാം ശമ്പള കമ്മീഷൻ്റെ കാലാവധി ഈ വർഷം ഡിസംബർ 31 അവസാനിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കമ്മീഷൻ്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത്. പ്രധാനമായിട്ടും ഈ ഒരു പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെയായിരിക്കും വർധനവെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വന്നിരിക്കുന്നത്. 1.2 കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ജീവനക്കാരുടെ DAയിലും പെൻഷൻകാരുടെ DRയിലും 3% വർധനമാണ് വരുവാൻ പോകുന്നത്. നിലവിൽ 55% ക്ഷാമബത്ത. ഇത് 58% ഉയരുവാനാണ് സാധ്യത. ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായിട്ട് 2 തവണയാണ് വർഷത്തിൽ DA വർദ്ധിപ്പിക്കുന്നത്. ആദ്യ പകുതിയിലെ വർധനവ് ഹോളിക്ക് മുമ്പും രണ്ടാം പകുതിയിലെ വർധനവ് ദീപാവലിക്ക് മുൻപുമാണ് പ്രഖ്യാപിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ദീപാവലിക്ക് 2 ആഴ്ച മുൻപായിരുന്നു. ഒക്ടോബർ ആദ്യവാരം DA വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് പുതിയ വിവരം. ജൂലൈ മുതലുള്ള കുടിശ്ശിക ഒക്ടോബറിലെ ശമ്പളത്തിനൊപ്പം കിട്ടുന്നതാണ്. ഇത് എത്ര രൂപയാണ് വർധനവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ വർഷം ഒക്ടോബർ 20, 21 തീയതികളിലാണ് ദീപാവലി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 16 DA വർധനവ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 12 മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കായിട്ടാണ് DA വർദ്ധിപ്പിക്കുന്നത്. ഇത് പ്രകാരം 143.5 ശരാശരി. അതുകൊണ്ട് തന്നെ DAയുടെ 3% വർദ്ധിപ്പിക്കുന്നത്. 18,000 അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന DA 9,900 രൂപയാണ്. ഇത് 10,440 രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം. 20,000 രൂപ മുതൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് 600 രൂപ കൂടി അധികം ലഭിക്കുന്നതാണ്. ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ 2,400 രൂപ അധികം കിട്ടുന്നതാണ്. അടുത്ത വർഷം ആദ്യഘട്ടത്തിൽ തന്നെ 8ാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കുവാൻ 2 വർഷം വേണ്ടി വരാറുണ്ട്. അതായത് 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് 2027 അവസാനമായിരിക്കും. അപ്പോൾ ഈ ഒരു വിശദാംശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.